വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ആയിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ ക്ലാസ് വീഡിയോ ഒന്നും ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് മെറ്റീരിയലും കൊടുത്തിട്ട് ക്ലാസ്സും കൂടെ ചെയ്യാവോ എന്ന്. മെറ്റീരിയലും ക്ലാസ്സും കൂടെ ആയിട്ട് ഒരു 500 to 1000 ആ ഒരു റേറ്റിൽ നിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്ര റേറ്റ് വേണമെന്ന് അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് 500 to 1000 ഇതിൽ നിൽക്കുന്ന ഏത് റേറ്റാണ് നിങ്ങൾക്ക് പറ്റുന്നത് എങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്നോട് ക്ലാസ് എടുക്കുമോ എന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത്, ഇപ്പം എനിക്ക് പറ്റുന്ന ഒരു ടൈമിന് ചെയ്യുമ്പോഴത്തേക്കും അത് നിങ്ങൾക്കും കൂടി പറ്റണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത്. ക്ലാസ് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണം, എനിക്ക് പറ്റുന്ന ടൈമിൽ അവർക്കും പറ്റണം എന്നില്ല. അപ്പോൾ അവരെന്നോടൊരു സൊല്യൂഷൻ പറഞ്ഞത്, ചേച്ചി വാട്സപ്പിലൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട്, ഓൾറെഡി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതല്ലാതെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിൽ കുറച്ച് വീഡിയോസ് ഇടുവാണെങ്കിൽ, ഇതുപോലെ ക്ലാസ് വീഡിയോസ് അതിലിടുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കയറി നോക്കാമല്ലോ. അത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ട് നമ്മൾ ക്ലാസ് വീഡിയോ ചെയ്യാനായിട്ട്, അതൊരു ക്ലാസ് ആയിട്ട് തുടങ്ങാനായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ മെറ്റീരിയലും കൂടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയലും കൂടെ തരുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസമേ ഒരാൾ 199 കിറ്റ് ചോദിച്ചേ. ആ 199 കിറ്റ് അതിലും കുറച്ച് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഈ 199 കിറ്റിൽ ഇനി എന്ത് കുറയ്ക്കാനാ, ഐറ്റംസ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു. അതല്ലാതെ എന്ത് മറുപടി പറയാനാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മളിത് ഒത്തിരി മെനക്കെട്ട് ഇരുന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു സാധനമല്ല നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത്, പല സാധനങ്ങളും എല്ലാം കൂടെ ചേർത്ത് പാക്ക് ചെയ്ത് അയക്കുന്നതാണ്. ഒരുപാട് പണിയുണ്ട് ഇതിനകത്ത്. പാക്ക് ചെയ്യണം, പിന്നെ അത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അടയ്ക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പം കാണുമ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് തോന്നുമായിരിക്കാം, പക്ഷേ കുറച്ച് മെനക്കെട്ട പരിപാടി തന്നെയാണ്. പിന്നെ കുറേ പേര് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ഇങ്ങോട്ട് തരില്ല. ഞാൻ അങ്ങോട്ട് കൊടുത്താലും നമുക്ക് തിരിച്ച് അല്ലെങ്കിൽ വേണം അല്ലെങ്കിൽ വേണ്ട ഇതൊന്നും പറയുന്നതിന് എന്താ, പക്ഷെ പിന്നെ നമ്മൾ അവരോട് അങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾക്ക് വേണമായിരുന്നോ വേണ്ടിയിരുന്നോ എന്നൊക്കെ അങ്ങോട്ട് ചോദിക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇതിപ്പം ഞാനില്ലേ ഗിൽറ്റർ ട്യൂബിൻ്റെ ഗിൽറ്റില്ലേ അതാട്ടോ ഇതൊരു പാക്കറ്റിനകത്ത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗിൽറ്റർ ട്യൂബ് എത്രയൊക്കെ അതിനകത്ത് ഗിൽറ്റർ പോകില്ല എന്ന് പറഞ്ഞാലും നമ്മൾ മീറ്റർ കണക്കിന് 50 മീറ്ററൊക്കെ വെച്ച് മേടിക്കുന്നതാണല്ലോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഗിൽറ്റർ കാണും. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഗിൽറ്റാണേ അതെ. അപ്പോൾ അത് കളയാനൊരു മടി, അപ്പോൾ അത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ഐറ്റംസ് എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. സ്റ്റോൺ ചെയിൻ ഉണ്ട്, പിന്നെ ബട്ടർഫ്ലൈയുടെ സ്റ്റെൻസിൽ, പിന്നെ ഒരു അലിഗേറ്റർ ക്ലിപ്പ്, പിന്നെ ഇത് ക്യാൻവാസ് അല്ല കേട്ടോ. ഇത് ഞാൻ ഈ ചുരിദാറിൻ്റെയൊക്കെ കഴുത്തിന് വെക്കുന്ന ആ സാധനം കേട്ടോ ഇത്. അപ്പോൾ ഇതിന് ഇച്ചിരി കട്ടി കുറവായിരിക്കും. അപ്പം നമ്മൾ ഒരു 2, 3, 4 മടക്കിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ കട്ടി കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇത് കട്ടി കുറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു 2, 3 മടക്കിലൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കട്ടി കിട്ടും. ഇത് സ്റ്റെൻസിൽ വെച്ചിട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വരച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ വരച്ചതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്ത് എടുക്കണം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ ഉള്ള ആട്ടോ കാണിക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് 2 പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്ത് വെച്ചതും ഒന്ന് കട്ട് ചെയ്യാത്തതും. അപ്പോൾ ചെയ്യാത്തതിൽ ഒട്ടിച്ചെടുക്കുന്ന ആട്ടോ ഇത് കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയാനായിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു വരയിൽ കൂടെ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു പെർഫെക്ഷൻ കിട്ടും അത് ഒട്ടിച്ചെടുക്കുന്നതിൻ്റെ. സെൻറ്ററിലൊരു വി പോലത്തെ ഷേപ്പാണ് വരുന്നത്. അവിടെ വെച്ചിട്ട് നമുക്ക് അത്രയും അളവിൻ്റെ അവിടെ വെച്ചിട്ടൊന്ന് അതൊന്ന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒടിഞ്ഞു കിട്ടും. അപ്പോൾ അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം ഇങ്ങനെ നമ്മളല്ലാതെ എടുക്കുമ്പോൾ ഉള്ള ഇത് കാണിക്കുന്നത് കേട്ടോ. ഇതല്ലാതെ ഇങ്ങനെ വെക്കുവാണെങ്കിൽ ആ ഒരു വി ഷേപ്പ് അവിടെ വരത്തില്ല. നമുക്കത് ഇങ്ങനെ
ആ ഒരു പെർഫെക്ഷൻ വരത്തില്ല. അപ്പം നമുക്ക് ഈ അളവിൻ്റെ ആ നടുക്ക് ആ സെൻറ്ററിൻ്റെ അളവ് വരെ എത്തിയിട്ടൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി, അത് ഒടിഞ്ഞു കിട്ടും. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള സ്ഥലവും വരുമ്പോഴത്തേക്കും ഇങ്ങനെ എൻഡ് വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അങ്ങനെ ഒടിച്ചു കൊടുക്കാം. എന്നിട്ട് ഒടിച്ചു കൊടുത്തിട്ട് എടുത്താൽ മതി. അപ്പം ഞാനിപ്പം കാണിക്കുന്നത് ഇതല്ലാതെ ഒട്ടിച്ചു പോവുകയാണെങ്കിൽ ആ ഒരു ഭംഗി കാണത്തില്ല. പിന്നെ അതങ്ങനെ വളഞ്ഞും വരാനും ഇച്ചിരി പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ കാണിച്ച് തന്നത് കേട്ടോ. ഇനി എന്നപ്പോൾ നമുക്ക് ബാക്കിയുള്ള പോർഷനും ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ, അതായത് അത് മുറിച്ച് വെക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി കട്ട് ചെയ്ത ബട്ടർഫ്ലൈ ഷേപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇത് കട്ട് ചെയ്തിട്ട് ആ എൻഡിലൂടെ, ആ കട്ട് ചെയ്തതിൻ്റെ ആ എൻഡിലൂടെ എല്ലാം ഒട്ടിച്ചെടുത്തതാണ്. അതാകുമ്പം കുറച്ചും കൂടി നന്നായിട്ട് ഇരിക്കും. ആ എൻഡിൽ ചേർത്ത് ഒട്ടിച്ചു വരുവാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് പിരിക്കുമ്പോഴത്തേക്കും അത് ഒടിഞ്ഞു പോകുന്നുണ്ടോ, അങ്ങനെ ഒടിച്ചെടുത്താൽ മതി. ഒരു എൻഡ് വരുന്ന സ്ഥലത്തെല്ലാം അതുപോലെ ഒടിച്ചെടുത്താൽ മതി. അങ്ങനെ ഒടിച്ചെടുത്തിട്ട് ബാക്കി നമുക്ക് ആവശ്യമുള്ള അത്രയും ഒടിച്ചെടുത്തിട്ട് ബാക്കി ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ നേരത്തെ ഒട്ടിച്ച് കാണിച്ച പോലെ തന്നെ ഒട്ടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഉടനെ തന്നെ ആ ഗിൽറ്റർ ഇട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ഗ്ലൂ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഉണങ്ങിപ്പോവല്ല, പക്ഷേ ഒന്ന് അതിൻ്റെ മേളിലൊരു ഇങ്ങനെ ഒരു പാട പോലെ വരും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപ്പം തന്നെ അങ്ങിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മേളൊന്ന് അമക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് ഇതായിട്ടിരുന്നു. അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് ഇടുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറേയൊക്കെ അങ്ങ് പോകും. അപ്പോൾ ഒന്ന് അമക്കിയും കൂടെ കൊടുത്താൽ മതി, മേൽവശം ഒന്നും കൂടെ അമക്കി കൊടുത്താൽ മതി. ബട്ടർഫ്ലൈ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ കുറച്ച് ഗിൽറ്ററൊക്കെ അതിൻ്റെ സൈഡിലൊക്കെ കാണുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് പെർഫെക്ഷൻ ആക്കി എടുക്കണം. എന്നിട്ട് അലിഗേറ്റർ ക്ലിപ്പിലൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ സെൻറ്ററിലൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു ബട്ടർഫ്ലൈൻ്റെ ഒരു ഷേപ്പും കുറച്ച് ഭംഗിയും കൂടെ കിട്ടുമെന്ന് തോന്നി. അപ്പം ഞാനൊരു 2 പീസ് അതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ബട്ടർഫ്ലൈ ആയിട്ട് തോന്നില്ലേ സെൻറ്ററിൽ അതും കൂടി വന്നപ്പം. ഇനി ഈ അലിഗേറ്റർ ക്ലിപ്പിലൊന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഹെയർ ക്ലിപ്പാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ക്ലാസ് വീഡിയോ തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 500 to 1000. അപ്പം എല്ലാവർക്കും പറ്റുന്ന ഒരു റേഞ്ച് എത്രയാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ക്ലാസ്സും കൂടി തുടങ്ങുന്നതായിരിക്കും കേട്ടോ. അപ്പം മെറ്റീരിയലും അതിൻ്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു ചെറിയ എമൗണ്ടിൽ ഒരു കിറ്റ് വരുന്നുണ്ട്. ഗിൽറ്റർ ട്യൂബും കുറച്ച് ബീഡ്സും ഒക്കെ വെച്ചിട്ടൊരു കിറ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ അത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിക്കെങ്കിൽ താങ്ക് യു.